വർഷത്തെ പോരാട്ടത്തിനൊടുവിലാണ് നടി ആക്രമിക്കപ്പെട്ട കേസിന് ഇന്ന് വിധി വരുന്നത്. നടൻ ദിലീപ് എന്തു സംഭവിക്കും? നടൻ ദിലീപിനെ എന്തായാലും ശിക്ഷിക്കപ്പെടും എന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു എല്ലാവരും. പക്ഷേ വിധി വന്നത് നടൻ ദിലീപിന് ഈ ഒരു കുറ്റകൃത്യത്തിൽ യാതൊരു പങ്കുമില്ല എന്നാണ്. വിധി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ നടൻ ദിലീപ് മാധ്യമങ്ങളോട് വളരെ രീതിയിൽ ശക്തമായി പ്രതികരിച്ചു. അതായത് തന്റെ ജീവിതത്തിലെ 8.5 വർഷമാണ് നിങ്ങൾ എല്ലാവരും കൂടി ഇല്ലാതാക്കിയത്. 8.5 വർഷം എന്റെ ഇമേജ്, കരിയർ, അങ്ങനെ എന്റെ എല്ലാം തകർത്തു. നടിയായ മഞ്ജു പറഞ്ഞ ആ ഒരൊറ്റ കാര്യം, അതായത് എനിക്കിതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞതോടുകൂടി, ഊഹാപോഹങ്ങൾ നൽകിയതോടുകൂടിയാണ് എന്നെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം കുറെ അന്വേഷണ ഉദ്യോഗസ്ഥരും അന്നത്തെ ഉയർന്ന മേലുദ്യോഗസ്ഥയും കൂടെ ചേർന്ന് ഈ പറയുന്ന ഒന്നാം പ്രതിയായ പൾസർ സുനിയും അകത്തു കിടക്കുന്ന ഈ സുനിയുടെ കൂട്ടാളികളും ഒക്കെ ചേർന്ന് ഗൂഢാലോചന നടത്തി തനിക്കെതിരെ കെട്ടിച്ചമച്ച ഒരു കഥ മാത്രമാണ് ഇത്. സത്യം പറഞ്ഞാൽ ഞാനല്ല ഗൂഢാലോചന നടത്തിയത്. എന്നെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ചേർന്ന് നടത്തിയ ഗൂഢാലോചന മാത്രമാണ് ഇത്. എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട്. 9 വർഷം നിങ്ങൾ എല്ലാവരും ചേർന്ന് സംസാരിച്ചു. മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് മാധ്യമങ്ങൾ എനിക്കെതിരെ പടച്ചുവിട്ട കഥകൾ ചില്ലറയൊന്നുമല്ല. ദിലീപ് കുറച്ചൊക്കെ ദേഷ്യത്തിൽ കൂടിയാണ് സംസാരിച്ചത്. മാധ്യമക്കാർ ചോദ്യം ചോദിച്ചപ്പോൾ 9.5 വർഷം നിങ്ങൾ ചോദിച്ചില്ലേ, ഇനി ഞാനെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിലീപ് കാറിൽ കയറി മടങ്ങിയത്. ദിലീപ് കുറ്റക്കാരനല്ല എന്ന് തെളിഞ്ഞതിന്റെ തൊട്ടു പിന്നാലെ തന്നെ ദിലീപിന്റെ ഫാൻസുകാർ മുഴുവൻ ദിലീപിന്റെ ആലുവയിലെ പത്മസരോവരം വീട്ടിന് മുന്നിൽ ആഘോഷത്തിലാണ്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് മറക്കാതെ കമന്റ് ചെയ്യുക.